കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്ന IFBയുടെ ഏറ്റവും നല്ല ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡ്രയറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. IFB ആണ് കമ്പനി വരുന്നത്. ടർബോ ഡ്രൈ EX എന്നാണ് മോഡൽ നെയിം വരുന്നത്. വൈറ്റ് കളറിലും സിൽവറിലും നമുക്ക് ഈ ഒരു സെയിം മോഡൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സിൽവർ കളറാണെന്ന് മാത്രം. വൈറ്റ് കളറിനെ അപേക്ഷിച്ച് സിൽവർ കളറിന് 1000 രൂപ കൂടുതൽ വരുന്നുണ്ട്. 5.5 കിലോയാണ് ഡ്രയറിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. നനഞ്ഞ ഡ്രസ്സിൻ്റെ അളവാണ് പറയണത്, ഉണങ്ങിയ ഡ്രസ്സിൻ്റെ അളവല്ല. നമ്മളൊരു വാഷിംഗ് മെഷീൻ പറയുമ്പോൾ അതിൽ ഉണങ്ങിയ ഡ്രസ്സിൻ്റെ അളവായിരിക്കും. ആ സമയത്ത് ഒരു ഡ്രയറിൻ്റെ പറയുമ്പോൾ എപ്പോഴും നനഞ്ഞ ഡ്രസ്സിൻ്റെ അളവായിരിക്കും പറയണത്. 2300 വാട്ട്സ് ആണ് ഇതിൻ്റെ ഒരു പവർ വരുന്നത്. 4 വർഷം ഇതിന് ഫുൾ കവറായിട്ടുള്ള വാറണ്ടി വരുന്നുണ്ട്. 10 വർഷത്തേക്ക് നമ്മുടെ മാർക്കറ്റിൽ ഇതിൻ്റെ സ്പെയറുകൾ കാര്യങ്ങൾ സപ്പോർട്ടായിരിക്കും എന്നാണ് നമുക്കതിൻ്റെ ആ ഒരു എംബ്ലം കൊടുത്തേക്കണത്. 26 കിലോയാണ് ഈ ഒരു ഡ്രയറിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു വെയിറ്റ് വരുന്നത്. നിങ്ങളൊരു വാഷിംഗ് മെഷീനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അതിൻ്റെ ആ ഒരു വെയിറ്റ് കുറവായിരിക്കും. ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21,990 MRP വരുന്നത്. അതിൻ്റെ ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് ഏകദേശമാണ് പറയണത്. അതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, നിങ്ങൾക്ക് അതിലും കുറച്ച് വേണമെങ്കിൽ കിട്ടാം. അപ്പോൾ ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്നത് 20,900 ആണ്. വളരെ ഹൈജീനിക് ആയിട്ട് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ഡ്രയർ യൂസ് ചെയ്യണത്. ഒരു ഡ്രയറിൻ്റെ പ്രവർത്തനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രയറിൻ്റെ ഉള്ളിൽ ആ ഒരു ഹീറ്റർ വർക്ക് ചെയ്യുന്നു. ആ ഒരു ചൂട് നമ്മുടെ ഡ്രസ്സിലേക്ക് കിട്ടുന്നു. ആ ഡ്രസ്സിലുള്ള ഈർപ്പം, ആ നനവൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ഓസ് വഴി ആ ഒരു നനവൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഈർപ്പമൊക്കെ പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഒരു ഡ്രയറിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രവർത്തനം വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡ്രയറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ഡ്രയർ വരുന്നത്. നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ നോബ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. വേറെ സ്വിച്ചുകളോ വേറെ നോബുകളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല. ഈ ഒരു ഒറ്റ നോബ് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഡ്രയർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു നോബ് നമ്മൾ വൺ സൈഡ് മാത്രമേ തിരിക്കാൻ പാടുള്ളൂ, അത് റിട്ടേൺ തിരിക്കാൻ പാടില്ല. ആ രീതിയിൽ അത് റിട്ടേൺ തിരിക്കുകയാണെങ്കിൽ ആ നോബ് കംപ്ലൈൻ്റ് ആയി പോകും. ഇനി ഡോർ ഓപ്പൺ ആക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ആ ഒരു ഉൾവശം വരുന്നത്. സ്റ്റീൽ ഡ്രം ആയിരിക്കും വരുന്നത്. നമ്മുടെ കോയിനൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ സെയിം മെറ്റീരിയൽ അല്ലെങ്കിൽ ആ സെയിം സ്റ്റീലാണ് നമ്മുടെ ഈ ഒരു ഡ്രമ്മിൻ്റെ നിർമ്മാണത്തിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി നാൾ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇനി തൊട്ട് ബാക്കിലായിട്ട് നിങ്ങൾക്ക് ഒരു ഫിൽറ്റർ കാണാൻ സാധിക്കും. ലിൻഡ് ഫിൽറ്റർ വരുന്നതാണ്. നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് ഉണ്ടാകുന്ന തൊട്ട് ആ നൂലൊക്കെ കളക്ട് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഡ്രൈ ചെയ്യുമ്പോൾ ആ സമയത്ത് പൊട്ടിപ്പോണ അല്ലെങ്കിൽ ആ ഒരു ചെറിയ നൂലിൻ്റെ ഇതൊക്കെ നമുക്കത് കളക്ട് ചെയ്യാനായിട്ടാണ് ആ ഒരു ഫിൽറ്റർ വരുന്നത്. ലിൻഡ് ഫിൽറ്ററാണ് വരുന്നത്. നമുക്കിത് ഊരിയെടുക്കാനായിട്ട് ഈ 2 ഹോളിൽ കൈ പിടിച്ചിട്ട് നേരെ മുമ്പിലോട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫിൽറ്റർ ഊരിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം ഇത് ക്ലീൻ ആക്കുക. വീണ്ടും അതിലേക്ക് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ രീതിയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് പറയാനുള്ളത്, ഈ ഒരു ഡോറിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു റെഡ് ബട്ടൺ കാണാൻ സാധിക്കും. സേഫ്റ്റി സ്വിച്ച് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, നമ്മൾ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഡോറ് പെട്ടെന്ന് ജാം ആവുക, അത് തുറക്കാൻ പറ്റാതെ ആവുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡോറ് ഓപ്പൺ ആക്കാൻ സാധിക്കും. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഡ്രയറിൻ്റെ ആ ഒരു ബാക്ക് ഭാഗം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ കണക്റ്റിംഗ് ആയിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈർപ്പമൊക്കെ പുറത്തോട്ട് പോകാനുള്ള ആ ഒരു ഓസിൻ്റെ ഭാഗം കണക്ട് ചെയ്യണത് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലഗ് വരുന്നത് പവർ പ്ലഗ് ആണ്. 16 ആംസിൻ്റെ പവർ പ്ലഗ് ആണ് നമുക്ക് ഈ ഒരു ഡ്രയറിൽ യൂസ് ചെയ്യണത്. 3 പ്രോഗ്രാമുകളാണ് നമ്മുടെ ഈ ഒരു ഡ്രയറിൽ വരുന്നത്. അയൺ ഡ്രൈ, കബോർഡ് ഡ്രൈ, അതുപോലെ റീഫ്രഷ്. അങ്ങനെ 3 പ്രോഗ്രാമുകളായിരിക്കും വരുന്നത്. ഫസ്റ്റ് നമ്മൾ കബോർഡ് ഡ്രൈ എന്ന് പറയുന്ന 2ാമത്തെ പ്രോഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സുകൾ ഇതിൽ ഡ്രൈ ചെയ്തതിന് ശേഷം നേരെ കബോർഡിലേക്ക് എടുത്തു വെക്കാവുന്ന രീതിയിൽ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% നമുക്ക് ഡ്രൈ ആയി കിട്ടുന്ന പ്രോഗ്രാമിനെയാണ് കബോർഡ് ഡ്രൈ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു നോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അയൺ ഡ്രൈ എന്നോ റീഫ്രഷ് എന്നോ അല്ലെങ്കിൽ കബോർഡ് ഡ്രൈ എന്നോ അങ്ങനെ ഒരു പ്രോഗ്രാമും ഇതിൽ എഴുതിയേക്കണം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളിത് അയൺ ഡ്രൈ ആണ്, റീഫ്രഷ് ആണ് അല്ലെങ്കിൽ കബോർഡ് ഡ്രൈ ആണെന്ന് മനസ്സിലാക്കണത്, അതെങ്ങനെയാണ് കണക്കാക്കണതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇന്ന പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ഈ ഒരു ഡ്രയറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5.5 കിലോയാണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത് 55 ഡിഗ്രിയാണ്. ഇതിൻ്റെ മാക്സിമം ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ചെയ്യാനുള്ള മാക്സിമം ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180 മിനിറ്റാണ്. 5.5 കിലോ നനഞ്ഞ ഡ്രസ്സ് 160 മിനിറ്റ് ഡ്രൈ ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് കബോർഡ് ഡ്രൈ എന്ന് പറയുന്നത്. 100% ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഡ്രൈ ആയി കിട്ടും. ഇനിയിപ്പോൾ 5.5 കിലോ നമുക്ക് ഡ്രസ്സ് ഇല്ല, ആ സമയത്ത് കുറച്ച് ഡ്രസ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈമും 160 മിനിറ്റ് കൊടുക്കണ്ട, അതിൽ താഴെ ടൈം കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് 100% ഡ്രൈ ആയി കിട്ടുമെന്നുണ്ടെങ്കിൽ അതിനെ പറയണ പേരും ഈ പറയണ കബോർഡ് ഡ്രൈ എന്ന് തന്നെയാണ്.
അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കുക, 100% നമുക്ക് ഡ്രൈ ആയി കിട്ടുന്ന ഏത് പ്രോഗ്രാമിനെ നമുക്ക് കബോർഡ് ഡ്രൈ എന്ന് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മാനുവൽ ബുക്കിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്ര കപ്പാസിറ്റിക്ക് ഇത്ര ടൈമാണ് സെറ്റ് ചെയ്ത് തുടങ്ങുന്നതെന്ന്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അടുത്ത പ്രോഗ്രാമാണ് അയൺ ഡ്രൈ എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഇതിൽ നമുക്ക് 100% ഡ്രൈ ആയി കിട്ടൂല. അതിന് പകരമായിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാവുന്ന രീതിയിൽ ആ ഒരു ചെറിയ നനവോട് കൂടിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിതിൽ 5.5 കിലോ ഡ്രസ്സ്, നനഞ്ഞ 5.5 കിലോ ഡ്രസ്സ് നമ്മൾ 160 മിനിറ്റ് കൊടുക്കുന്നതിന് പകരം 120 മിനിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഡ്രൈ ആയി കിട്ടൂല. അതിന് പകരമായിട്ട് അയൺ ചെയ്തെടുക്കാവുന്ന പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടണത്. ഈ പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് അയൺ ഡ്രൈ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ 120, ഇപ്പോൾ 5.5 കിലോ ഡ്രസ്സ് ഇല്ല, അതിന് താഴെ ഡ്രസ്സുള്ളൂ, 120 മിനിറ്റിന് താഴെ നമ്മൾ അങ്ങനെയാണെങ്കിൽ ടൈം സെറ്റ് ചെയ്താൽ മതി. അപ്പോഴും നിങ്ങൾക്ക് അയൺ ചെയ്തെടുക്കാവുന്ന പരുവത്തിലാണ് കിട്ടണമെങ്കിൽ അതിനെ അയൺ ഡ്രൈ എന്ന് പറയും. മൂന്നാമത്തെ പ്രോഗ്രാമാണ് റീഫ്രഷ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഇതിൽ നമുക്ക് നനഞ്ഞ ഡ്രസ്സല്ല ഇടുന്നത്, അതിന് പകരമായിട്ട് നമ്മുടെ കബോർഡിലിരിക്കണം, നമ്മുടെ ഷെൽഫിലിരിക്കണം, നമ്മുടെ അലമാരിയിലിരിക്കുന്ന ഡ്രസ്സുകളൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഇടുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ രാവിലെ ഇട്ട ഡ്രസ്സ് ഇനി ഞാൻ വൈകിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഇടാൻ സാധിക്കും. 20 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഫ്രഷ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഉപയോഗിക്കണമെങ്കിൽ, അതാണ് നമ്മൾ വിചാരിക്കണമെങ്കിൽ 20 മിനിറ്റ് മാത്രം ടൈം നമ്മൾ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും അലക്കി തേച്ചെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു അലക്കി എടുത്ത ആ ഒരു റീഫ്രഷോട് കൂടി അല്ലെങ്കിൽ ആ ഒരു ഫ്രഷോട് കൂടി നമുക്ക് ആ ഒരു ഡ്രസ്സ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന് വേണ്ടിയാണ് നമ്മൾ റീഫ്രഷ് എന്ന് പറയുന്ന പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ 3 പ്രോഗ്രാമുകളാണ് ഈ ഒരു മോഡലിൽ അല്ലെങ്കിൽ ഈ ഒരു ഡ്രയറിൽ വരുന്നത്. ഒരു ഡ്രയറൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് അതൊക്കെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് അതുപോലെ നമ്മുടെ സാഹചര്യമൊക്കെ അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ ഒരു ഡ്രയർ എന്ന് പറയുന്നത്. സ്ഥലപരിമിതി, ആ ഉണക്കാൻ ഇടാനുള്ള ഒരു സ്ഥലപരിമിതി അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ വളരെ ഹൈജീനിക് ആയിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്നവർ, ഇപ്പോൾ ആ രീതിയിലൊക്കെ നടക്കുന്നവരില്ലേ, ഇപ്പോൾ വളരെ ക്ലീനായിട്ട്, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ചിന്തിക്കണത് ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 60 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 70 ഡിഗ്രി ചൂടുവെള്ളത്തിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഹൈജീനിക്കൊക്കെ ആയിട്ട് നമ്മളതിൽ വാഷ് ചെയ്തിട്ട് അത് ഉണക്കാൻ വേണ്ടി നമുക്കൊരു വാഷിംഗ് മെഷീനിൽ 80-82% നമുക്കതിൽ ഉണങ്ങി കിട്ടുള്ളൂ. അതിനുശേഷം അത് ഉണക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ വെയിലത്തേക്ക് ഇടുന്നത്. അപ്പോൾ ആ ഒരു വെയിലത്തേക്ക് ഇടുമ്പോൾ ആ ഒരു പൊടിയും കാറ്റൊക്കെ അടിച്ചിട്ട് നമ്മൾ ആ ഒരു 60 ഡിഗ്രി 70 ഡിഗ്രി ചൂടുവെള്ളത്തിലൊക്കെ വാഷ് ചെയ്തെന്നുള്ളതിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാണ്ടായി പോകണം ആ പൊടിയൊക്കെ അടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ, അങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്നവർക്കൊക്കെ ഈ ഒരു ഡ്രയർ എന്ന് പറയുന്നത് അവർക്കൊക്കെ വളരെ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. നിങ്ങൾ ഏത് കമ്പനിയുടെ ഒരു ഡ്രയർ വാങ്ങിച്ചാലും, അതിപ്പോൾ IFB ആണെന്നുണ്ടെങ്കിലും വേറെ കമ്പനി ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ഏത് കമ്പനിയുടെ ഡ്രയർ വാങ്ങിച്ചാലും അതിൻ്റെ ടെക്നീഷ്യൻ വന്ന് നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് അതെങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കത് പറഞ്ഞു തരും. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രയർ നമുക്ക് വെച്ചിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം വെയിറ്റ് കുറവാണ്, 26 കിലോയെ ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ മേളിൽ വെച്ച് ഉപയോഗിക്കുക. ഇനി ടോപ്പ് ലോഡാണ് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് അത് വാൾ മൗണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്കത് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ വാൾ മൗണ്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ മുകളിൽ വെക്കുമ്പോഴൊക്കെ ആ നോബ് തിരിക്കാനായിട്ട് കൈ എത്തണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഡ്രയർ നേരെ ചെരിച്ചിട്ടിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കുക. ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾക്ക് ആ രീതിയിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും.